അഫ്സ നടത്തുന്ന ഈ ഓൺലൈൻ മീറ്റിന് PDPയുടെ വൈസ് ചെയർമാനായ ഈ വിനീതൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ ആദ്യമേ നേരുകയാണ്. സഹോദരങ്ങളെ, എന്നെ ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം എന്നെ ക്ഷണിച്ചുവെങ്കിലും എൻ്റെ തിരക്കുകൾക്കിടയിൽ എൻ്റെ കടമയും കർത്തവ്യവുമായിരുന്നിട്ട് പോലും പലപ്പോഴും അഫ്സയുടെ ഇത്തരം പ്രോഗ്രാമുകളിൽ എനിക്ക് വരുവാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അഫ്സ നടത്തുന്ന ഈ ഓൺലൈൻ മീറ്റിൽ എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞു. അതിന് ദൈവത്തിന് സ്തുതി പറയുകയാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഓൺലൈൻ മീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു പ്രഭാഷണത്തിലേക്ക് അല്ല ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഭരണകൂട ഭീകരതയുടെ വിധേയനായി എല്ലാവിധ മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ട് നീതി നിഷേധിക്കപ്പെട്ട് അങ്ങകലെ ബാംഗ്ലൂരിലെ ജയിലിന് തുല്യമായ ഒരു ഒറ്റമുറിയിൽ കഴിയുന്ന ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ പിന്നോക്ക വിഭാഗത്തിന്റെ മത ന്യൂനപക്ഷങ്ങളുടെ ആശയും ആവേശവുമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ നാസർ മദനി ഇന്ന് എല്ലാവിധ രോഗങ്ങൾക്കും അടിമപ്പെട്ട് അദ്ദേഹം ആ ഒരൊറ്റ മുറിയിൽ കഴിയുകയാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മതേതരത്വവും ഇവിടെ വാദോരാതെ പ്രസംഗിക്കുന്നവർ പോലും അബ്ദുൽ നാസർ മദനിക്ക് നേരെ നടക്കുന്ന നീതി നിഷേധങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്നു എന്നതാണ് ഇന്ന് നമ്മെ ഏറെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ 90-91 കാലഘട്ടങ്ങളിൽ അബ്ദുൽ നാസർ മദനി എന്ന മതപ്രഭാഷകൻ, മതപ്രബോധകൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരു മതപ്രബോധകനായിരുന്നുവെങ്കിലും മതപ്രഭാഷകനായിരുന്നുവെങ്കിലും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മുറുകെ പിടിച്ചുകൊണ്ട്, നെഞ്ചോട് ചേർത്തുകൊണ്ട് തന്നെയാണ് അബ്ദുൽ നാസർ മദനി അത്തരം വേദികളിലൊക്കെ പ്രസംഗിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിന്റെ തീക്ഷ്ണതയിൽ നിന്നുകൊണ്ട് 90-91 കാലഘട്ടങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്ത് കിടക്കുന്ന നീതി നിഷേധങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ അന്ന് ഏറെ ചിന്തിപ്പിച്ചു എന്നത് തന്നെയാണ് ഒരു പ്രബോധകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സമൂഹം ഏറ്റെടുത്തത് എന്ന് ആർക്കും സംശയമില്ല. 1992 കാലഘട്ടങ്ങൾ, 91 അല്ല, അബ്ദുൽ നാസർ മദനി ISS എന്ന സംഘടന ഉണ്ടാക്കുകയുണ്ടായി.
ISS എന്ന സംഘടന യഥാർത്ഥത്തിൽ അന്ന് ആ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ, നമ്മുടെ മുസ്ലിം യുവാക്കൾ അന്ന് അസംഘടിതരായിരുന്നു. സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ, മതസംഘടനകൾ ഇവിടെ ഉണ്ടായിരിക്കെ, അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, അസത്യങ്ങൾക്കെതിരെ, നെറികേടുകൾക്കെതിരെ, നീതികേടുകൾക്കെതിരെ ശബ്ദിക്കുവാനും പ്രതികരിക്കുവാനും അന്നത്തെ യുവതലമുറ, മുസ്ലിം സമുദായത്തിലെ യുവ തലമുറകൾ തയ്യാറല്ലായിരുന്നു. പക്ഷേ അതിൽ വിയോജിപ്പുകൾ, എൻ്റെ പ്രഭാഷണത്തോട് ചിലപ്പോൾ വിയോജിപ്പുകൾ ഉണ്ടായേക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നും വിശ്വസിക്കുന്നത്, അന്നത്തെ യുവതലമുറ ഇത്തരം അനീതികൾക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ, അസത്യങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ അവർ പ്രാപ്തരല്ലായിരുന്നു. വിവാഹ വേളകളിൽ, പള്ളിയിലെ ജുമാ നമസ്കാരങ്ങളിൽ, ചടങ്ങുകളിൽ, മരണവീടുകളിൽ കണ്ടുമുട്ടി പരസ്പരം മുസാഫത്ത് ചെയ്ത് പോകുന്നതല്ലാതെ അവർ അനീതിക്കെതിരെ ശബ്ദിക്കുവാനോ പ്രതികരിക്കുവാനോ അവർ പ്രാപ്തരല്ലായിരുന്നു. അസംഘടിതരായ ആ യുവതലമുറയെ, മുസ്ലിം ഇസ്ലാം സമുദായത്തിനകത്തെ ആ മുസ്ലിം യുവാക്കളെ, അസംഘടിതരായ മുസ്ലിം യുവാക്കളെ ISS എന്ന സംഘടന ഉണ്ടാക്കിക്കൊണ്ട് അബ്ദുൽ നാസർ മദനി ഒരു കൊടിക്കീഴിൽ വന്നുകൊണ്ട് അനീതിക്കെതിരെ ശബ്ദിക്കുവാൻ, അധർമ്മങ്ങൾക്കെതിരെ ശബ്ദിക്കുവാൻ, നെറികേടുകൾക്കെതിരെ ശബ്ദിക്കുവാൻ, സമുദായത്തിന്റെ തന്നെ നെറികേടുകൾക്കെതിരെ ശബ്ദിക്കുവാൻ അബ്ദുൽ നാസർ മദനി ആ മുസ്ലിം യുവാക്കളെ പ്രാപ്തരാക്കുകയായിരുന്നു ISS എന്ന സംഘടനയിലൂടെ. അതിനുശേഷമാണ് നിങ്ങൾക്കറിയാം 1992 ഡിസംബർ 6 ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബറി പള്ളിയുടെ തകർച്ച. പക്ഷെ അതിനു മുമ്പ് 1992 ആഗസ്റ്റ് മാസം 6 മർദ്ദിതപക്ഷ പോരാളി, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിച്ചിരുന്ന അബ്ദുൽ നാസർ മദനിയുടെ പിറകെ, അദ്ദേഹത്തിന്റെ ജീവന് പിറകെ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു കണ്ണ് അദ്ദേഹത്തിന്റെ പിറകെ ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായാണ് 1992 ആഗസ്റ്റ് മാസം 6 അബ്ദുൽ നാസർ മദനിയെ അൻവാശ്ശേരി എന്ന പുണ്യഭൂമിയുടെ മുറ്റത്ത് വെച്ച് രാത്രി നാരിയത്ത് സ്വലാത്തും ഹദാവറാത്തും കഴിഞ്ഞിറങ്ങുന്ന അബ്ദുൽ നാസർ മദനിയെ ഇരുളിന്റെ മറവിൽ ഇരുന്നു കൊണ്ട് സംഘപരിവാർ ശക്തികൾ അദ്ദേഹത്തെ ബോംബെറിയുന്നു. വളരെ ഒരു ഗൂഢാലോചനയായിരുന്നു അന്ന് അബ്ദുൽ നാസർ മദനിയുടെ നേരെ നടത്തിയത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വലതുകാൽ നഷ്ടമായുവെങ്കിലും ഈശ്വരൻ അദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് തിരിച്ചു തന്നുകൊണ്ട് വീണ്ടും ഇവിടുത്തെ മർദ്ദിത ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കുവാനും പ്രവർത്തിക്കുവാനും അബ്ദുൽ നാസർ മദനി ജീവനും ഊർജവും നൽകിക്കൊണ്ട് അദ്ദേഹം മുഖ്യധാരയിലേക്ക് വീണ്ടും കടന്നു വരുന്നത്. പക്ഷേ 1992 ഡിസംബർ 6 ബാബറി പള്ളിയുടെ തകർച്ച, അയോധ്യ പള്ളിയെ തകർത്തത് തെറ്റായിരുന്നു എന്ന് പറയുവാൻ ആർജവം കാണിച്ച, തന്റെ ഇടം കാണിച്ച ആർജവമുള്ള ഒരു ഒറ്റ ആൺകുട്ടി അബ്ദുൽ നാസർ മദനി മാത്രമായിരുന്നുവെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബഹുസ്വരതയും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. മറ്റുള്ളവരൊക്കെ സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന സംരക്ഷകരും മതസംഘടനകളും ഒക്കെ മൗനം പാലിച്ച് ഇരുന്ന സാഹചര്യത്തിൽ അബ്ദുൽ നാസർ മദനിയുടെ പ്രതികരണങ്ങൾ
അത് തീർത്ത അലയൊലികൾ, അത് തീർത്ത സ്ഫോടനങ്ങൾ ഫാസിസ്റ്റ് ശക്തികളുടെ കോട്ടകൊത്തളങ്ങളിൽ പോലും ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ചെന്ന് തിറക്കുകയുണ്ടായി. പ്രതികരണങ്ങൾ അതിനുശേഷമാണ് ഞാൻ പ്രതിദാനം ചെയ്ത പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി അബ്ദുൽ നാസർ മദനി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വീണ്ടും കടന്നു വരുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് അവനധികാരം പീഡിതന് മോചനം എന്ന മുദ്രാവാക്യം അത് സമൂഹ മനസ്സാക്ഷിയിലേക്ക് ഒരു ചാട്ടുളി പോലെ തറക്കുകയായിരുന്നു. ഇല്ലേ, നിങ്ങൾക്കറിയാം, അബ്ദുൽ നാസർ മദനിക്ക് വേണമെങ്കിൽ നബിദിനത്തിൻ്റെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ പകരമായി അന്ന് അബ്ദുൽ നാസർ മദനി ചെയ്തത് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുടെ ജന്മദിനത്തിൽ PDP 1993 ഏപ്രിൽ മാസം 14-ന് PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തു. അധികാരം പീഡിതന് മോചനം എന്ന മുദ്രാവാക്യം സമൂഹ മനസ്സാക്ഷിയിലേക്ക് ഒരു ചാട്ടുളി പോലെ തറയ്ക്കുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ആ മുദ്രാവാക്യത്തിന്റെ പ്രസക്തിയിൽ അവരുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയി തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ അബ്ദുൽ നാസർ മദനി എന്ന ആ വിപ്ലവ പോരാളിക്ക് പിറകെ യുവതലമുറ ഒഴുകുവാൻ തുടങ്ങി. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പുത്തൻ ചരിത്രങ്ങൾ രചിക്കുകയായിരുന്നു. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഈ അവസരം ഉപയോഗിക്കുക, രാഷ്ട്രീയ പ്രഭാഷണവുമല്ല ഞാൻ നടത്തുവന്നു. പക്ഷെ സഹോദരങ്ങളെ, അത് ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അബ്ദുൽ നാസർ മദനിയുടെ വരവോടുകൂടി മാറ്റിമറിക്കപ്പെടുകയുണ്ടായി. അബ്ദുൽ നാസർ മദനിയെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുവാൻ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമല്ല അദ്ദേഹത്തെ മുഖ്യധാരയിൽ നിന്ന് എങ്ങനെ ഇല്ലായ്മ ചെയ്യുവാൻ എന്ന കരുക്കൾ അവർ നീക്കിക്കൊണ്ടിരിക്കുന്നു ഫാസിസ്റ്റ് ശക്തികളും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ. നിങ്ങൾക്കൊക്കെ അറിയാം, മതമെന്ന ഖഡ്ഗം ഉപയോഗിച്ചായിരുന്നു ഏകാധിപതികൾ ജനാധിപത്യത്തിന്റെ കഴുത്തറുത്തത്. വെള്ളക്കാരന്റെ കൈകളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിത്തന്ന മഹാത്മജി, ആ മഹാത്മജിയുടെ ജന്മനാട്ടിൽ ഗുജറാത്തിൽ 2000-ഓളം മുസ്ലിം സഹോദരങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ ഈ ഫാസിസത്തിന്റെ കണ്ണുകളിൽ തിളങ്ങിയത് ഈ മതമായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജ്യത്തെ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും തകർത്ത് കളഞ്ഞ് ചരിത്രത്തെ തിരുത്തി എഴുതുക എന്ന സംഘപരിവാർ അജണ്ടയാണ് വീണ്ടും അയോധ്യയും മധുരയും കാശിയുമൊക്കെ ഇന്ന് വിവാദങ്ങൾ ആകുന്നതിനുള്ള ചേതോവികാരം എന്ന് നാം മനസ്സിലാക്കണം. അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ 3.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള മധുര ഈദ് ഗാഹ് പള്ളി പൊളിച്ച് അത് പൊളിച്ചു നീക്കിയിട്ട് ശ്രീകൃഷ്ണ ജന്മക്ഷേത്ര ഭൂമിയോട് യോജിപ്പിക്കണമെന്ന സംഘപരിവാർ അജണ്ട, അത് വീണ്ടും നമ്മുടെ രാജ്യത്തെ സമാധാനം തല്ലിക്കെടുത്തുവാൻ സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് വെച്ച ഒരു അജണ്ടയായിരുന്നു. വീണ്ടും രാജ്യത്തിന്റെ സമാധാനവും സാഹോദര്യവും മതേതരത്വവും തകർത്ത് രാജ്യവ്യാപകമായ കലാപങ്ങൾ അരങ്ങ് തകർത്ത് ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കാനുള്ള നീക്കത്തിൽ നിന്നുള്ളതാണ് ഇത്തരം അജണ്ടകൾ.
അയോധ്യയുടെ പേരിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ പറഞ്ഞു തീർക്കുവാൻ നമുക്ക് കഴിയാത്തതായിരുന്നു. അത് അന്ന് മുതൽ, അയോധ്യ സംഭവം മുതൽ ഈ നിമിഷം വരെയും അത്തരം ദുരിതങ്ങളെ കുറിച്ച്, കഷ്ടപ്പാടുകളെ കുറിച്ച്, ഇവിടുത്തെ സമുദായം അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ച്, ഇന്നും അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ഉസ്താദ് അബ്ദുൽ നാസർ മദനി മാത്രമാണ്. ആർക്കും നിഷേധിക്കുവാൻ കഴിയില്ല. ഇവിടെ അധികാരത്തിലേക്ക് കടന്നു കയറാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ അവർ മതേതരത്വത്തിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെട്ടിരുന്ന, നിങ്ങൾക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ളവർ അവർ അയോധ്യയുടെ വിഷയത്തിലെടുത്ത നിലപാടുകൾ, അതാണല്ലോ ഇന്ന് നാം ഏറെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് അബ്ദുൽ നാസർ മദനി നേരിട്ട് കണ്ട നേർചിത്രങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്. തെരുവോരങ്ങളിൽ രാത്രികളെ പകലാക്കിക്കൊണ്ട്, പകലുകളെ രാത്രിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ. ഒരു നുണ പലവട്ടം പറഞ്ഞാൽ സത്യമാകുമെന്ന ഗീബൽസ്യൻ തന്ത്രമായിരുന്നു ഇവിടെ അബ്ദുൽ നാസർ മദനിയുടെ നേരെ സംഘപരിവാര ശക്തികളും ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് ചിലർ ചോദിച്ചേക്കാം, അബ്ദുൽ നാസർ മദനിയുടെ കാഴ്ചപ്പാടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നിട്ടുണ്ടോ, വലതുപക്ഷത്തിന് അനുകൂലമായിരുന്നിട്ടുണ്ടോ? ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നില്ല. അബ്ദുൽ നാസർ മദനിയുടെ കാഴ്ചപ്പാടുകൾ ഇടതുപക്ഷത്തോ വലതുപക്ഷത്തോ ആയിരുന്നില്ല, ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് അബ്ദുൽ നാസർ മദനി പാർട്ടിയും സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മതേതരത്വവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഈ സാഹചര്യങ്ങളിൽ അബ്ദുൽ നാസർ മദനിക്ക് നേരെ നടക്കുന്ന നീതി നിഷേധങ്ങൾ, ഭരണകൂട ഭീകരത, അത് ആർക്കും കണ്ടില്ലെന്ന് നടിക്കുവാൻ കഴിയുകയില്ല. മാധ്യമങ്ങൾ, അബ്ദുൽ നാസർ മദനി അന്ധനാകുമ്പോൾ മാധ്യമങ്ങൾ ഇന്ന് കണ്ണടക്കുകയാണ്. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരും മുഖം തിരിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങൾ. വെറും വോട്ട് ബാങ്ക് മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ അബ്ദുൽ നാസർ മദനിക്ക് ഇന്ന് ഏറ്റവും വലിയൊരു ഉന്നതമായ പദവിയിൽ അദ്ദേഹത്തിന് സ്വന്തം വിരൽത്തുമ്പിൽ ചലിപ്പിക്കാവുന്ന സംവിധാനങ്ങളിൽ അദ്ദേഹം കേരളത്തെ ചലിപ്പിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം നോക്കിയത് ഇവിടുത്തെ മർദ്ദിതപക്ഷത്തിന് വേണ്ടി ശബ്ദിക്കുക, നീതി നിഷേധിക്കപ്പെട്ടവന് വേണ്ടി ശബ്ദിക്കുക, ഭരണകൂട ഭീകരതകൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുക, ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം, അത് ഈമാന്റെ ഭാഗമാണെന്നാണ് അബ്ദുൽ നാസർ മദനി വിശ്വസിക്കുന്നത്. മതം, ആ മതത്തിന്റെ എല്ലാ വിശ്വാസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അബ്ദുൽ നാസർ മദനി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്, മതപ്രബോധകനാകുന്നത്, മതപ്രഭാഷകനാകുന്നത്. സഹോദരങ്ങളെ, ഈ നീതി നിഷേധങ്ങൾക്കെതിരെ നമുക്ക് പ്രതികരിക്കാതിരിക്കുവാൻ എന്താണ് ന്യായീകരണമുള്ളത്? ഇനിയും നാം നിശബ്ദനായിരുന്നാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ 3-4 ദിവസങ്ങൾക്കും നാം കണ്ടതാണ്. വളരെ വേദനാജനകമായ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ
ഇങ്ങനെ നിലനിർത്തി പോകുന്നത്. ഇനിയും നമ്മൾ അവർ ശബ്ദിക്കട്ടെ, ഇവർ ശബ്ദിക്കട്ടെ, ഇടതുപക്ഷം ശബ്ദിക്കട്ടെ, വലതുപക്ഷം ശബ്ദിക്കട്ടെ, മാധ്യമങ്ങൾ പറയട്ടെ എന്ന് നമ്മൾ ആരെങ്കിലൊക്കെ പ്രതീക്ഷിച്ചിരുന്നാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില അത് വേദനാജനകമായിരിക്കും. വരും കാലങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി നമുക്ക് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. മദനി എന്താണ് ഇവിടെ ചെയ്ത ഭീകരവാദമോ തീവ്രവാദമോ തെളിയിക്കുവാൻ ഇവർക്കാർക്കും എന്തെങ്കിലും തെളിവുകൾ കഴിഞ്ഞിട്ടുണ്ടോ? 1998 മാർച്ച് മാസം 31 കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസുമായി കണക്ട് ചെയ്തുകൊണ്ട് വെറും കുപ്രചരണങ്ങൾ അഴിച്ചിട്ടിട്ട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വാസ്തവവിരുദ്ധമായ കല്ലുവച്ച നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായി. അതൊക്കെ കഴിഞ്ഞു. 10 വർഷക്കാലത്തെ പീഡനങ്ങൾക്കൊടുവിൽ 100% നിരപരാധിയായി. തെളിവില്ലാത്ത കാരണം വെറുതെ വിട്ടതല്ല, 100% കോടതി കുറ്റവിമുക്തനാക്കിയാണ് അബ്ദുൽ നാസർ മദനിയെ കേരള മണ്ണിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. കടന്നു വന്നു ശിഷ്ടജീവിതം, ശംഖുമുഖം, കടപ്പുറത്ത് എല്ലാവരും കണ്ടു. അന്നത്തെ ഭരണനേതൃത്വം, കേരളത്തിന്റെ ഭരണനേതൃത്വം ജനിപ്പിക്കുന്ന ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ, നേതാക്കൾ ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി. ശിഷ്ടജീവിതം, ഇനിയുള്ള എന്റെ ജീവിതം ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി, പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിന് വേണ്ടി ഇനിയുള്ള എന്റെ ജീവിതം സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ 10 വർഷക്കാലം അനാഥ മക്കളെ പോലെ ജീവിച്ച എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നുവെന്നോ, 10 വർഷക്കാലം വിധവയായി ജീവിച്ച എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഇനി ജീവിക്കുമെന്നോ, എനിക്ക് വേണ്ടി എന്റെ നീതി നിഷേധങ്ങൾക്കെതിരെ തെരുവോരങ്ങളിൽ സമരം ചെയ്ത് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന എന്റെ പ്രവർത്തകർക്ക് വേണ്ടി ഇനി ഞാൻ ജീവിക്കുമെന്നോ എന്നോ അല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇനിയുള്ള എന്റെ ജീവിതം ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി, പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി, മത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനസേവനം ജീവിത ദൗത്യമാക്കി ഏറ്റെടുത്തുകൊണ്ട് അബ്ദുൽ നാസർ മദനി വീണ്ടും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോർക്കളം തീർക്കുവാൻ അബ്ദുൽ നാസർ മദനിക്ക് അന്ന് കഴിഞ്ഞു. എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ നിങ്ങൾ കണ്ടു കാണും ആരൊക്കെയാണ് അബ്ദുൽ നാസർ മദനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചലനങ്ങൾക്ക് കരുത്തേകുവാൻ ഒരു സാമൂഹ്യ നീതി സംഗമം മുൻ UP മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ്, അമർ സിംഗ്, SNDPയുടെ സമരനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ആദിവാസികളുടെ സമരനായിക CK ജാനു, നിലയ്ക്കാത്ത സിനിമാതിരിയുടെ ഉടമയായ യേശുദാസ്, അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ള എല്ലാവരും അബ്ദുൽ നാസർ മദനിയുടെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആരവമൊരുക്കുവാൻ ഒത്തുകൂടിയപ്പോഴാണ് വീണ്ടും ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് വീണ്ടും അബ്ദുൽ നാസർ മദനിയുടെ മുൻ ആരോ എഴുതി ഉണ്ടാക്കിയ തിരക്കഥ പ്രകാരം ബാംഗ്ലൂർ സ്ഫോടന കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കുകയും വീണ്ടും ഒരു 10 വർഷക്കാലം എല്ലാവിധ നീതിയും നിഷേധിക്കപ്പെട്ട ഭരണകൂട ഭീകരതയ്ക്ക് തന്നെ വിധേയനായി അദ്ദേഹം കഴിയുന്നു. ഇനിയും ഈ നീതി നിഷേധങ്ങൾ കണ്ണടച്ച് നോക്കിയിരിക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ അബ്ദുൽ നാസർ മദനിയെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം സഹോദരങ്ങൾക്കോ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അബ്സ പോലുള്ള അന്മാറിന്റെ തിരുമുറ്റത്ത് മതപാഠങ്ങൾ പഠിച്ച് രാജ്യസ്നേഹം പഠിച്ച് പുറത്തിറങ്ങിയ അഫ്സയുടെ പൂർവ്വകാല വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഓൺലൈൻ മീറ്റിൽ ഞാനും നിങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോരാടാം,
പോരാട്ടങ്ങളുടെ പോർക്കളം തീർക്കണം ഈ നീതി നിഷേധങ്ങൾക്കെതിരെ. അബ്ദുന്നാസർ മദനിയുടെ ജീവന് വേണ്ടി ആ മർദ്ദിതപക്ഷ പോരാളിയെ ജീവനോടെ തന്നെ നമുക്ക് കേരള മണ്ണിലേക്ക് വേണം. വരും കാലങ്ങളിൽ ഇവിടെ നടക്കുന്ന ഫാസിസത്തിനുള്ള പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് മുന്നണി പോരാളിയാകുവാൻ, കേരളത്തിൽ നടക്കുന്ന നെറികേടുകൾക്കെതിരെ, നീതി നിഷേധങ്ങൾക്കെതിരെ, ഭരണകൂട ഭീകരതയ്ക്കെതിരെയും നമുക്ക് ശബ്ദിക്കുവാൻ, നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ആ മർദ്ദിതപക്ഷ പോരാളി വേണം. എന്ത് വില കൊടുത്തും നമുക്ക് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചാലേ പറ്റുള്ളൂ. സമര പോരാട്ടങ്ങളിലൂടെ, സമരമുഖങ്ങളിലൂടെ നാം യാത്ര തിരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒറ്റക്കെട്ടായി ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനെന്നോ നോക്കാതെ ഒരു ചങ്ങലയിലെ കണ്ണികളെ പോലെ പരസ്പരം കൈകോർത്തു നിന്നുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി പോരാടാം. അതിൽ ഒരാളായി എന്നും എക്കാലവും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ പിന്നിലല്ല ഈ വിനീത സഹോദരനുള്ളത്. നിങ്ങളുടെ മുന്നിൽ മരണം വരിക്കേണ്ടി വന്നാൽ പോലും അതിന് മനസ്സ് പാകപ്പെടുത്തിയെടുത്തുകൊണ്ട് അബ്ദുന്നാസർ മദനിയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും. എന്റെ ശ്രമിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും 1000 അഭിവാദ്യങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് അബ്ദുന്നാസർ മദനിയുടെ ദീർഘായുസ്സിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും എപ്പോഴും എന്നും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. ഈ വിനീതനും അങ്ങനെ തന്നെയാണ് എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളും എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നന്മകൾ ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി അബ്സയ്ക്ക് എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.